ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ്. നോർമലി വെജ് കറീസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി ആയിരിക്കും ഇത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, ഈവൻ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. സോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗം നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ഒരു 2 മുതൽ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എത്രമാത്രം എരിവ് ആവശ്യമുണ്ടോ അത്രയും പച്ചമുളക് ചേർക്കാം. നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റോ അതിൽ താഴെയോ വഴറ്റിയാൽ മതിയാവും. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ അതിൽ കുറച്ച് ചെറിയ ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സോ മറ്റോ നമ്മളൊന്ന് വഴറ്റിയാൽ മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 3/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഈസി ആവാനായിട്ടാണ് ഞാൻ ഫ്രോസൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രോസൺ വെജിറ്റബിൾസ് യൂസ് ചെയ്താൽ തന്നെ ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഇത്തിരി തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പിൽ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കളറിന് ആവശ്യമുള്ള അത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണിൽ കുറച്ചധികം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം, നമുക്ക് വേണ്ട കളറായിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തു. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാഗിയുടെയും ഒക്കെ ക്യൂബ്സ് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ആ ഒരു ക്യൂബ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കറിയുടെ ഒരു ലെവൽ തന്നെ മാറും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി നമുക്ക് ഏകദേശം ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിൻ്റെ എയറൊക്കെ നമ്മൾ വിസിൽ മാറ്റിയിട്ട് ആ എയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, പ്രഷർ റിമൂവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം, കറി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സാധാരണ തേങ്ങ പാലെടുത്തിട്ട് 1/4 പാലെടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, ഇത് ഏകദേശം ഒരു 1/4 കപ്പിന് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാം. അത് എത്രമാത്രം ഗ്രേവി നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു തിക്കായിട്ട് ഒരു സബ്ജി ടൈപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് നമുക്ക് ഈ ഗ്രേവിനെ നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതിയാവും. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് ഞാൻ ആവശ്യമുള്ള മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തടുക്ക ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അത് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ സാമ്പാർ ചില്ലി പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ചില്ലിയാണ്. വറ്റൽമുളകാണെങ്കിൽ അങ്ങനെ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിയിലോട്ട് മാറ്റാം. ഇതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം, അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.